പട്ടാപ്പകൽ തൃശൂർ ജില്ലയെ ഞെട്ടിച്ച് നടുറോഡിൽ 2 കോടിയുടെ സ്വർണം സിനിമാ സ്റ്റൈൽ കൊള്ള നടത്തി കടന്നുകളഞ്ഞ 5 കൊട്ടേഷൻ സംഘം പിടിയിലായതോടെ പുറത്തുവരുന്നത് സംഘത്തലവന്റെ അധോലോകം സെറ്റപ്പിലെ ഇൻസ്റ്റാഗ്രാം റീലുകൾ. 1 ലക്ഷത്തിലധികം പേർ ഫോളോ ചെയ്യുന്ന റോഷൻ വർഗീസാണ് 5 കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവ്. ഇയാളാണ് നടുറോഡിൽ സ്വർണം തട്ടാനായിട്ട് മുഖ്യ കണ്ണിയായി രംഗത്ത് നിന്നത്. ഇൻസ്റ്റാഗ്രാമിൽ റോഷൻ പങ്കുവയ്ക്കുന്ന റീലുകൾക്ക് ആരാധകർ ഏറെയാണ്. തമിഴ്നാട്, കേരളം, കർണാടക സംസ്ഥാനങ്ങളിലായി 22 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. റോഷൻ വർഗീസ്, ഷിജോ വർഗീസ്, സിദ്ദിഖ്, നിശാന്ത്, നിഖിൽനാഥ് എന്നിവരെയാണ് ഇക്കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് പിടികൂടിയത്. ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ ഇനിയും 4 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം മണ്ണുത്തി, പീച്ചി, വിയൂർ, ഒല്ലൂർ സ്റ്റേഷനുകളിലെ പോലീസുകാരും പ്രത്യേക സ്ക്വാഡ് ചേർന്നാണ് ഇവരെ പിടികൂടിയത്. സിദ്ദിഖ്, നിശാന്ത്, നിഖിൽനാഥ് എന്നിവരെ വെള്ളിയാഴ്ച പുലർച്ചെ 3:30 കുതിരാനിൽ നിന്നുമാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ലയിൽ നിന്ന് ഷിജോ വർഗീസ്, റോഷൻ വർഗീസ് എന്നിവരെ പിടികൂടുന്നത്. കവർച്ചയുടെ പ്രധാന സൂത്രധാരനാണ് ഈ റോഷൻ വർഗീസ്. തൃശൂർ കല്ലടുക്ക് ദേശീയപാതയിൽ സ്വർണം തട്ടിയ 9 അംഗ സംഘത്തിന്റെ തലവനും റോഷനാണ്. തിരുവല്ലയിൽ നിന്നാണ് ഇയാളെ പോലീസ് ഇത്തവണ പിടികൂടിയത്. അതേസമയം കേസിൽ മുഖ്യപ്രതിയ റോഷൻ വർഗീസ് ഉപയോഗിച്ചത് ഡിവൈഎഫ്ഐ നേതാവിന്റെ കാറെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. തിരുവല്ലയിലെ നാങ്കരമല യൂണിറ്റ് സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഷാഹുലിനെ കണ്ടെത്താൻ തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. തൃശൂർ പോലീസ് ഷാഹുൽ ഹമീദിന്റെ തിരുവല്ലയിലെ വീട്ടിലും പരിശോധന നടത്തി. അതേസമയം 3 കൊട്ടേഷൻ സംഘങ്ങളാണ് തൃശൂരിൽ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് വിവരങ്ങൾ. തിരുവല്ല, ചേരാനെല്ലൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് സ്വർണവുമായി കാറിൽ വ്യാപാരികൾ പുറപ്പെട്ട വിവരം കവർച്ചാ സംഘത്തിന് ഒറ്റുകൊടുത്ത ഒരാളും ഇക്കൂട്ടത്തിലുണ്ട്. ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞുവെന്നാണ് വിവരങ്ങൾ. ഇനി പിടിയിലാകാനുള്ള 4 പ്രതികളിൽ നിന്ന് സ്വർണം കണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അറസ്റ്റിലായ 5 പ്രതികളെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അതേസമയം കവർച്ച നടക്കുന്ന സമയം അതുവഴി വന്ന സ്വകാര്യ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ കേസിൽ പിന്നീട് വഴിത്തിരിവായത്. കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് തൃശൂരിലെ ജ്വല്ലറിയിലേക്ക് 2.5 കിലോ സ്വർണ്ണമാലകളുമായി സഞ്ചരിക്കവെയായിരുന്ന 2 യുവാക്കളെയാണ് കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. കാറിന്റെ ചില്ല് തകർത്ത് കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി സ്വർണം ഒളിപ്പിച്ചു വെച്ച കാറടക്കം ഇവർ കൈവശപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.